ഹായ് ഗായ്സ്, ഫിഷിംഗ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, അപ്പോഴത്തെ നമ്മളത് തീറ്റ അറിയാൻ വേണ്ടി വന്നിട്ടുണ്ട്. അത് നമ്മൾ ഇച്ചിരി നേരത്തെ വന്നേക്ക്. ഇന്ന് കണ്ണപ്പന ഏതായാലും രാവിലെ പണിയൊന്നുമില്ലാതെ വീട്ടിൽ നിന്ന് ബോറടിച്ചാൽ നമ്മൾ നേരത്തെ അങ്ങ് ഇറങ്ങി. കണ്ണപ്പൻ ചുമ്മാ ബ്ലൈഡ് പൊട്ടിപ്പോയി കുറച്ച് എക്സ്ട്രാ ഒക്കെ കയറ്റിയപ്പോൾ കുറച്ച് നീളമായിട്ടെന്ന് പറഞ്ഞാൽ ടെസ്റ്റ് അടിച്ചോണ്ടിരിക്കട്ടെ എന്തോരം ലോങ് പോകുമെന്നൊക്കെ. അത് കണ്ണപ്പനെ ചിരി നോക്കി. ഓക്കെ, ഏതായാലും ഇനിയിപ്പോൾ തീറ്റയൊക്കെ കുഴക്കാനുണ്ട്. തീറ്റ കുഴച്ച് സ്പൈഡറൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇട്ടേക്കാം. നമ്മൾ തീറ്റ കുഴച്ചോണ്ടിരിക്കും കേട്ടോ. നമ്മുടെ ഇന്നത്തെ രാശി കരിമീനാണ് കേട്ടോ. വീട്ടിലൊരു കരിമീൻ കിട്ടുന്നുണ്ട് കേട്ടോ. അടിപൊളി സാധനം കേട്ടോ. കൊള്ളാല്ലേ? കളർ നോക്കി, സെറ്റപ്പ് കളർ. നേരെ നമുക്ക് ഇവനെ എടുത്തിട്ട് ഇട്ടിട്ട് ചൂണ്ടയിട്ടേക്കാം. ഒരു കരിമീൻ കിട്ടിയിരിക്കുകയാണ്. ഇന്നത്തെ രണ്ടാമത്തെ കരിമീൻ. നേരത്തെ കിട്ടിയിട്ട് ഒരു ചൂട് ചെറുതായിട്ടാ എടുത്തിട്ടേക്കാം. മലക്കാട് ചെറിയ ചെമ്പല്ലിക്കുഞ്ഞ് കണ്ണപ്പനെ വളർത്താൻ എടുക്കാല്ലേ. കണ്ണപ്പൻ്റെ ചെറിയ എന്തോ മീൻ അടിക്കാനുണ്ട്. ഉരുളാണോ? ചെമ്പല്ലിയ? കരിമീൻ. കണ്ണപ്പൻ്റെ കരിമീൻ അത് കലക്കി കടിച്ചാണ്. മീനെ ശരിക്കും കാണിച്ചു കൊടുക്കാം. എവിടെ മീനുള്ള? ആ ഉള്ള അടിപൊളി. എന്നിട്ട് ചൂണ്ടയിലാണോ? പൈസ അവൻ അടിച്ചിരിക്കുവാണ്. വളക്കൂരി. സ്റ്റിക്ക് കേട്ടാ. വാളക്കൂരി അല്ലടാ. വാളക്കൂരി അങ്ങനെ ചാടുവോ? അവിടെ ഏറെ ചാടി കാരണം ഞാൻ ചോദിച്ചത്. എന്നാന്ന് കണ്ടില്ല. ഇവിടെ പൊങ്ങിയായിരുന്നു തോന്നല്ലേ. വിട്ടു പോവാ. ഇത് പിന്നെ ആളക്കുരിയാണ്. ടാഗിട്ട് കൊടുത്തേ. നാടൻ വരാലു ആകെ വരാലു. വരാലാണ് ചെറുമീൻ. ഇതേതാ? ഇത് കണ്ട ഇതന്നെ സ്പൈഡറില് നോക്കിയ സ്പൈഡറെ അടിച്ചു കയറിക്കണേ. ഇവരൊക്കെ എന്നാ പറയണേ? ഇതെന്തോ പരലേ പറഞ്ഞ അടിച്ചു കയറിക്കണേ. അവനൊക്കെ അടിച്ചേക്കണത് ഇത് മണ്ടൻ. ഇത് കണ്ടത്? ഇത് എൻ്റെ ഒരു കൈ വെച്ചിട്ട് കണ്ട. ഇത് വണ്ണം നോക്കി. ഇതിന് വാലിന് വണ്ണം നോക്കിയാണോ? അതിന്റെ ഒരു ആനക്കൈ ചേട്ടാ. എന്റെ നീ കൈക്ക് നോക്ക്. ഇതിന്റെ വിടർത്തേ കണ്ട. സാധനം കണ്ട ചക്ക സാധനം. പൊന്നെ മോനെ, നമ്മളൊരു സങ്കടത്തിലിരിക്കുകയായിരുന്നു. നമ്മുടെ സ്റ്റിക്ക് ഒടിഞ്ഞു പോയി. ഫസ്റ്റ് കയറുന്ന സ്റ്റിക്ക് ഒടിഞ്ഞു പോയി. അങ്ങനെ ഒരു ശോകമായി. എന്നായി ഒന്നൊക്കെ അങ്ങനെ ആലോചിച്ച് ഒന്നും പറയാൻ പറ്റില്ല. അയ്യോ, എന്നായി ഒന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഇവൻ നമുക്ക് അടിച്ച് കയറിയത്. എന്നെ മുതൽ സാധനം നോക്കി വണ്ണം തന്നെ കണ്ട. വേറെ അവിടെ അതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ.
കിഡിലെ സൈസ് വാങ്ങാം മണൽവാ കേട്ടോ വലിച്ചോണ്ട് വന്നതാണ് ഗൈസ്. കണ്ണപ്പന അടുത്ത ചെമ്പല്ലി അടിച്ചിരിക്കുന്നു. എൻ്റെ ചൂണ്ടയും വിളിച്ചുകൊണ്ടാണ് വന്നത്. അടിപൊളി ചെമ്പല്ലി അടിച്ചേക്കണം. അജയൻ അടുത്ത ചെമ്പല്ലി പിടിച്ചിരിക്കുന്നു. ഗൈസ് അടുത്ത ചെമ്പല്ലി ചെറിയവനാട്ടെ, കൊച്ചു പയ്യന. ഇവനൊക്കെ വളർത്താനിടാ നമുക്ക്. അയ്യോ ചെറിയവൻ 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 വളർത്ത് ചെറിയവൻ കയറുന്നുണ്ട്. പോയോ? ഗൈസ് അടുത്ത ചെമ്പല്ലി കണ്ണപ്പനെ അടുത്ത് കലക്കി പൊക്കി പിടിച്ച് കാണിച്ചു കൊടുക്കണം. ഈ പുള്ളിക്ക് നാണാണ്. ഗൈസ് അപ്പത്തെ ഇന്നത്തെ ലാസ്റ്റ് മീറ്റ് ആട്ടോ. ഗൈസ് അപ്പത്തെ നമ്മുടെ ഫസ്റ്റ് ദിവസത്തെ പരിപാടി നമ്മൾ നിർത്തി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നാളെ വന്നിട്ട് ഡേ 2 ഫിഷിങ് ആണ്. ഓക്കെ, നമ്മളിന്ന് കോഴിക്കോട് ഇടാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ ഹുക്ക് കണ്ടോ, അടിപൊളി വലിയ ഹുക്കലാണ്. കോഴിക്കോടിലൊക്കെ ഇച്ചിരി ഏറെ എടുത്തെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിതുവരെ കോഴിക്കോടിൽ ഇട്ട് നോക്കിയില്ല. കോഴിക്കോടിൽ പക്ഷിപ്പനി കാര്യങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞ് കോഴിക്കോടിൽ കിട്ടാനില്ലായിരുന്നു, കോഴി വെട്ടാത്ത കാരണം. പിന്നെ ഏതായാലും നമ്മളൊന്ന് ടെസ്റ്റ് അടിക്കാൻ വേണ്ടി വന്നാൽ അടിച്ചിട്ട് കിട്ടുമല്ലോ നമുക്ക് നോക്കാം, എറിഞ്ഞ് നോക്കാം. നമ്മളിത് തീറ്റയും കൊടുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. തീറ്റ കൊടുക്കുക പിണ്ണാക്കൊക്കെ എടുത്ത് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതായാലും എല്ലാം കിട്ടാമെന്നൊക്കെ നോക്കാം. ആദ്യം കുടല് കൊടുക്കാം. അപ്പതേ കോഴിക്കോടിൽ കോർത്ത് ഇതുണ്ടേ, ഒരു കുടല് ഫുള്ളായിട്ട് നമ്മൾ കോർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് തന്നെ ഇപ്പം നമുക്ക് റിസൾട്ട് ഉണ്ടാകുന്ന ഏതായാലും നോക്കി എറിഞ്ഞ് നോക്കിയേക്കാം. അവൻ മറ്റേ കോഴിക്കോടിൽ ഇട്ടിട്ടുണ്ട്. നമ്മള് വൈകിട്ടായാലും മറ്റേ കായത്തീറ്റയും അതിനെയും പിന്നെ കോഴിക്കോടിലെല്ലാം ചേർത്തിട്ടുണ്ട്. നമ്മൾ അറിയാൻ പോകണം. പുറത്താണോ അവിടെ തന്നെ. അപ്പതേ നമ്മള് ചൂണ്ട 2 ഏതായാലും കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ പതിവ് പരിപാടി കൈച്ചൂണ്ട ഇടാൻ പോയി കേട്ടോ. നമുക്ക് ചെമ്പല്ലി അടിച്ചേക്കോളാം. അവന്റെ ചൂണ്ട ഉടക്കി. ചെമ്പല്ലി എന്റെ ചൂണ്ടയും കൊണ്ടാണ് വന്നത്. കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം 4 മീൻ പോയി. 5ാമത്തെ മീനാ കരക്ക് കയറുന്നത്, കരിമീൻ. ചെറുപ്പം നമുക്ക് നല്ല മീൻ തന്നെ കയറി കേട്ടോ. നല്ല മീനാ, ഒടുക്കത്തെ വലിയ റൈസ്. അങ്ങോട്ട് പിന്നാൻ കൊണ്ടുപോയോ? എന്റെ ചൂണ്ട കൂടെ കയറ്റുമോ? എടുക്കണില്ല. ഹെവി സാധനം, ഹെവി സാധനം. അതിനത് വളക്കില്ല. ആ ഇല്ലാണ്ടാക്കി. അയ്യോ ഗൈസ്, ഒരു മീൻ്റെ ഹുക്കൊക്കെ ഊരിയിട്ട് നമുക്ക് മീനെ കാണിച്ചു തരാം കേട്ടോ.
കുറച്ചേരം ഇരിക്കാൻ പറ്റിയില്ല മടുത്ത്. ഗൈസ് എനിക്ക് ഇല്ല സാധനം കയറി കേട്ടോ. അയ്യോ 4-5 കിലോ ഇങ്ങനെ കളിച്ചാലും ഉണ്ട്. അടിപൊളി സാധനം കേട്ടോ. എടാ അതിനകത്ത് അടിച്ചോ. ഗൈസ് അപ്പോൾ നമ്മൾ ഒത്തിരി പറഞ്ഞ് ഷോക്കാക്കണില്ല, ശരിക്കും മടുത്ത് പോയി. നമ്മൾ മറ്റേ ചൂണ്ടല്ലേ ചെറുതായിട്ടൊരു അടി വന്നിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് കെട്ടിയിട്ടിട്ട് അത് നോക്കാം. കൈ മൊത്തം ചോരയും. വയലൻസ് വയലൻസ്. ഗൈസ് സന്ധ്യ കേട്ടോ, നല്ല ഇരുട്ടൊക്കെ ആവാറായി. നമ്മളേതായാലും പരിപാടിയൊക്കെ അവസാനിപ്പിക്കുക. നമുക്ക് ഇന്നും ഏതായാലും ഒരു മീനെ കിട്ടുള്ളൂ. നമ്മൾ നാളത്തെ ഒരു ദിവസം കൂടെ വീഡിയോ ആഡ് ചെയ്തിട്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിരിക്കുന്നത്. ഏതായാലും നമുക്ക് നാളത്തെ വീഡിയോ കൂടെ കഴിഞ്ഞു. ഗൈസ് അപ്പോൾ ഡേ 3 വന്നത്. ഇന്ന് കണ്ണപ്പനാണ് കേട്ടോ തീറ്റ കുഴക്കണത്. അത് നമുക്ക് കാസ്റ്റ് ചെയ്തിട്ടിട്ട് മീനെ കടിക്കുമെന്ന് നോക്കാം. ഗൈസ് അങ്ങനെ ഇന്നത്തെ ഫസ്റ്റ് മീൻ കണ്ണപ്പന അടിച്ചിട്ടുണ്ടോ, കൈ ചൂണ്ടയിൽ അടിച്ചേക്കണത്. ഇതായിട്ട് വിളിക്കടാ. എന്നാ മീനാണ്? എന്നാ ചെമ്പല്ലിയാണോടാ? കരിമീനാ. ഇന്നത്തെ തൊട്ടക്കം തന്നെ കരിമീനല്ല കേട്ടാ. കാണിച്ചു കൊടുത്തേ. പൊക്കെ ഇച്ചോടെ പൊക്കൊക്കെ പയ്യൻ കാന്താരനൊക്കെ വിളിച്ചോണ്ടിരുന്ന ചൂണ്ടയിടുന്നത്. വലുത്. കിട്ടുന്നേ കാണാം. ഉണ്ടാ വലിച്ചോ. എന്നാലും അവന് മീൻ അടിച്ചിട്ടുണ്ടെന്നാണ് പറയണത്. ഉണ്ടാ ഉണ്ട്. ചെറുതാണ്. ട്രാഗ് അടിക്കണല്ലേ? കാണാമല്ലോ. അതൊന്നാണോ അവിടെ എവിടെ കണ്ടൊക്കെ ഉണ്ട്. 2 ചൂണ്ടകൾ അങ്ങോട്ട് വിടുക. ക്യാമറ കാണാൻ എന്നും തീരെ ചെറുതാണ്. ഇതിലും മണി കയറ്റല്ലേ? ഇതിലും മണി കയറ്റ. വലിയ ചെറുതൊന്നുമല്ല. നട്ടത്തെത്തിയേക്കാൾ ഓട്ടം കൂടി. കാണാൻ വേണ്ട ഹുക്ക്. ഒറ്റ ഹുക്കാണോ? ഒറ്റ ഹുക്ക. ഒറ്റ ഹുക്ക് പോലെ ഉണ്ട് കണ്ടിട്ട്. കൊള്ളാം. ഒറ്റ ഹുക്കാന്ന് പറഞ്ഞില്ലേ? മീൻ പോയിരിക്കുന്നു. നിക്കണം നോക്കി. ഫസ്റ്റ് മീൻ അടിച്ചത് പോയി. നമുക്ക് അടുത്തന്നെ കിട്ടുവാന്ന് നോക്കാം. പോയ മീനെ കണ്ടല്ല ഗൈസ്. ചെറുതായതുകൊണ്ട് നമ്മൾ വിട്ടതാണ്. നമ്മളിതേ അടുത്തവനുള്ള വജ്രായത് ഇറക്കാൻ പോയി. നല്ല സങ്കടം. അയ്യോ ഫസ്റ്റ് ഇന്ന് രാവിലെ 2 ഫ്രൈസ് കാണാൻ പോയത്. പറഞ്ഞ കൈയൊക്കെ വലിച്ച് കീറി വെച്ചേക്ക് പണ്ടാരം. ഇത് ചെറുതൊക്കെ പോട്ടെ. രാവിലെ പോയ വലുത് കയറും. പിന്നെ ഹുക്ക് നിവർത്തി കളഞ്ഞു. ഏരാ അതിലും വലുതെന്തോ കയറാനുള്ളത് നോക്കാം. അടുത്തത് സെറ്റാക്കട്ടെ. ഗൈസ് അപ്പോൾ നമ്മുടെ 3 മീൻ മിസ്സായതിൻ്റെ പുറത്ത് നമ്മളൊരു കോരുവല അങ്ങോട്ട് സെറ്റ് ചെയ്ത് കയറാം. ഇപ്പം സെറ്റ് ചെയ്തൊന്നുമല്ല, നമ്മൾ നേരത്തെ മീൻ വളർത്തിക്കൊണ്ടിരുന്ന സമയത്ത് മീനിൻ്റെ കോരി എടുക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇപ്പം ഇപ്പം അങ്ങോട്ടൊന്ന് പുതുക്കി പണിയാന്ന് വെച്ച്. നെറ്റൊക്കെ നല്ല സ്ട്രോങ് നെറ്റാണ്. ഈ കയറ് കെട്ടിയേക്കണ കയറൊരു ഷോക്കായിരുന്നു. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് പുതിയ കയറ് കെട്ടിക്കൊണ്ടിരിക്കുക. ഇനിയുള്ളതിനെങ്കിലും മിസ്സാകാണ്ട് കയറ്റണമെന്ന് ആഗ്രഹമുണ്ട്. 3 പോയപ്പോൾ ഭയങ്കര സങ്കടം നമ്മൾ. നമുക്ക് ഏതായാലും ഇനി അടുത്തവനെ പൊക്കും ഞാൻ ഉറപ്പാ. ഇനി അങ്ങോട്ട് അന്നേരം ഒരെണ്ണം അടിച്ചായിരുന്നു. ഉണ്ടാ
ചെമ്പല്ലി ചെമ്പല്ലി എന്തോരം കൊടുത്ത കാര്യങ്ങൾ ഇഷ്ടംപോലെ പുറത്ത് കയറിയിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ സൈസ് ആ ചെമ്പല്ലിയുടെ. ഞാനൊരു മീൻ അടിച്ചിട്ടുണ്ട്. കരിമീനാണ് ചെമ്പല്ലിയോ? പുല്ലന വലുതാണോ? സൈസാണോ? എന്നാലും ചെമ്പല്ലി കിട്ടിയിരിക്കണം. അവനടുത്ത് അടിച്ചിട്ടുണ്ട്. കുഞ്ഞതാ. എന്നാലും അവൻ അടിച്ചിട്ടുണ്ട്. സ്റ്റിക്ക് നിൽക്കണ നോക്കി. ശരി ഇല്ലേ? അതാണ് ഞാൻ അമ്പലം ചോദിച്ചില്ല. എനിക്കും ഇന്നലെ തോന്നിയായിരുന്നു. അവിടെ ഇതിൻ്റെ അകത്തൊന്നും കാണാമെന്ന്. അങ്ങനെ ഞാൻ ഇങ്ങോട്ടാക്കില്ല. ഇതിലും വഴി കയറണേ, ഇതിലും വഴി കയറണേ, ഇതിലും വഴി കയറണേ. അതിന് വാളെ ഇതുകൊണ്ട് ഓ സെറ്റ് സാധനം. ഇതാ ഓണം നമ്മള് വാളക്കുരിനെ പിടിച്ചു പിടിച്ച് ലാസ്റ്റ് ഇപ്പൊ കേറിയേക്കണ സാധനം കേട്ടാ ആറ്റുവാള. പയ്യനടിച്ച് കേറിയിട്ടുണ്ട്. അടിക്കൂടി കൊണ്ടാണ്. പിടി ആറ്റുവാള. നമുക്ക് ആഫ്റ്റർ എ ലോങ് ടൈം ഒരു ആറ്റുവാള കിട്ടി. ഈ വർഷത്തെ ഫസ്റ്റ് വാള കേട്ടാ ആറ്റുവാള. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പോയി വാള കയറിയായിരുന്നു. അടിപൊളി ഒരു ആറ്റുവാള. അയ്യോ, നമുക്ക് പ്രതീക്ഷിക്കാത്ത സാധനം കിട്ടണം കേട്ടാ. കഴിഞ്ഞ ദിവസം വാഹ കിട്ടി, ഇന്നത്തെ വാള കിട്ടി. ഇത് കൊള്ളാം. ഞാൻ ഇവനെ കൊണ്ട് വീട്ടിൽ കൊണ്ട് ടാങ്കിനകത്ത് കൊണ്ട് ജീവനോട് ഇടാം. രാവിലെ കൊണ്ട് മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കാം. അടിച്ചാ ഉണ്ടോ? ഗൈസ്, കണ്ണപ്പൻ അങ്ങനെ മീൻ അടിച്ചിരിക്കുകയാണ്. ചെറുക്കെ ഇപ്പുറത്തോ ചൂണ്ട പൊക്കം വഴി ആളിത്ര നേരെ മീനൊന്നും അടിക്കണില്ലെന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞോണ്ടിരിക്കുന്നത്. എൻ്റെ ചൂണ്ട കൊണ്ടാണോ അവനത്? അങ്ങോട്ട് പിടിച്ചോ? കൊടുത്താണോ? എൻ്റെ ചൂണ്ടായിട്ടോ എന്നെ തോന്നണം കേട്ടോ. ഗൈസ്, എൻ്റെ ചൂണ്ട ഉണ്ട്. ഞാൻ ഏതായാലും ഇത് വലിച്ചെടുക്കണം. അവളെ ഇതൊന്ന് വലിച്ച് കയറ്റിയിട്ട് മീനെ കളിച്ചു തരാം. അങ്ങനെ നമ്മുടെ ചൂണ്ട വലിച്ച് കയറ്റി കരക്കിട്ടിട്ടുണ്ട്. അല്ല അതുമായിട്ട് ചുറ്റിപ്പണയും. ഇപ്പോൾ കണപ്പൻ്റെ സന്തോഷമായി കേട്ടോ. കണപ്പം ഇപ്പോൾ പറഞ്ഞാളേ രാത്രി വരുന്നത് പിടിക്കേണ്ട അവസ്ഥ വരുവാന്ന്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനം കേട്ടോ. നല്ല ബുക്കാണോ? ഇല്ല റിസ്ക് എടുക്കണ്ട കേട്ടോ. അങ്ങനെ വലിച്ചു പൊക്കല്ലേ. കേറിയില്ല ഇപ്പുറത്തേക്ക് വിട്ട്. അയ്യോ ഗൈസ്, മീൻ രണ്ടുപേരേ ഉള്ളു. അത് കാരണം വീഡിയോ എടുക്കാനൊക്കെ ഇച്ചിരി കഷ്ടപ്പാടാണ് കേട്ടോ. കണപ്പ ഗ്രിൽ കണപ്പ ഈ മീനിനെ ഗ്രില്ലടിക്കാൻ സ്പോൺസർ ചെയ്യുമെന്നാണ് പറയുന്നത്. ഞങ്ങളൊരു ഗ്രില്ലടിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പതേ അമ്മേനെ മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. സൗണ്ടൊക്കെ കേൾപ്പിച്ചല്ലോ. ചെറുതാ കേട്ടോ. അത് നമുക്ക് ഗ്രില്ലടിക്കാല്ലേ കണപ്പ? അതിന്റെ കണപ്പ തൃപ്തിയില്ലാത്ത പറച്ചില്ല. ഞാൻ പോയി പാത്രമൊക്കെ എടുത്തോണ്ട് വരാന്നാണ് പറയണേ. ഇപ്പം അടിച്ചാലോ?